ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഇന്നും പറയാട്ടോ, എല്ലാവർക്കും എന്നോട് ദേഷ്യം ഉണ്ടാവൂലേ, എന്നും വീഡിയോ കാണണേ, ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതങ്ങനെ പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കാണുക, സബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ രാവിലെ എന്നത്തെയും പോലെ തന്നെ ഇന്നും ചോറ്, ചായ, കടി, അപ്പം, കറി, അങ്ങനെ കുറേ സംഭവങ്ങളില്ലേ രാവിലെ എണീറ്റാൽ. അപ്പോൾ എന്തായാലും ഇതാ ചോറായി. എന്നും പറയണല്ലേ കിഴങ്ങ് പൊരി, എനിക്കത് പറയാൻ തന്നെ ഇപ്പം മടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്നെ ചിലപ്പോൾ ചീത്ത പറഞ്ഞാൽ എന്നും എന്ത് ഈ കിഴങ്ങെന്ന് ചോദിക്കാൻ കേട്ടാരും. അപ്പോൾ അതല്ലാതെ ഒരു നിവൃത്തിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ അപ്പമാണ് കേട്ടോ കടി, നല്ല രാഗി അതുപോലെ തന്നെ പച്ചരിയൊക്കെ ഇട്ടിട്ട് അരച്ച് തേങ്ങയൊക്കെ ഇട്ടൊരു അപ്പമാണ് കേട്ടോ. അപ്പോൾ അതാ ഒരാൾ മദ്രസ വിട്ട് വന്നിക്കണ്. അപ്പോൾ രാവിലെ അരി വെള്ളത്തിലിട്ടപ്പോൾ കറണ്ട് പോയിരുന്നു കേട്ടോ, അതുകൊണ്ട് അപ്പം അരക്കാൻ വൈകിപ്പോയി. അപ്പോൾ അവന് മദ്രസ വിട്ട് വന്നേക്കന്നെ ഞാൻ എന്തെത്ര വൈകിയത്, എനിക്ക് വിശക്കുന്നുണ്ട് വേദായോ പറഞ്ഞിട്ട് വെച്ചുണ്ടാക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അവന് ഒരു ഗ്ലാസ് പാലും ബിസ്ക്കറ്റും അതൊക്കെ കൊടുത്ത് മിച്ചറും ഒക്കെ കൊടുത്ത് അങ്ങനെ സെറ്റാക്കി. അപ്പോൾ അപ്പം ആവട്ടെ, സ്കൂൾ എന്തായാലും 10:30 അപ്പോൾ ആ പോകുമ്പോഴത്തേനും ഫുഡ് കഴിച്ചാൽ മതിയല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ അതാ നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ അതാ കിഴങ്ങ് പൊരിക്കുക, ഞാനാ പൊരിക്കണമെന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കുക്കറൊക്കെ ഓഫാക്കി വെച്ചപ്പോൾ പക്ഷേ കുറച്ചും കൂടി വേവാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും അതൊന്നുകൂടി കരണ്ടടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാ ഒരു ഗ്യാസ് അപ്പം ചുടുന്നുണ്ട്, പിന്നെ കിഴങ്ങ് പൊരിയും ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എന്നെ സ്വീപ്പാക്കാനായിട്ടാണ് കേട്ടോ ഓരോന്ന് കാട്ടിക്കൂട്ടുണ്ട്. പിന്നെ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാൻ. അപ്പോൾ എന്താ അറിയില്ല, ഇന്നലെ രാത്രി ഭയങ്കര തലവേദന കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ വേഗം ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടോ. ഞാൻ കിടന്നതേ അറിഞ്ഞിട്ടുള്ളൂ രാവിലെ 6 മണിയാട്ടോ നീച്ചപ്പോൾ. അപ്പോൾ അത്രക്കും വയ്യ കേട്ടോ. ജലദോഷം പിടിച്ചിട്ട്, ജലദോഷം അങ്ങനെയല്ല, ഭയങ്കര തലവേദന, പിന്നെ മൂക്ക് അടക്കുക കേട്ടോ. ജലദോഷം എന്ന് പറയുമ്പോൾ മൂക്കടപ്പും ഇതൊക്കെ തന്നെയാണല്ലോ അല്ലേ. അങ്ങനെ ഇതാ പിന്നെ ഞാനങ്ങനെ ഉറങ്ങിയപ്പോൾ മക്കൾ എപ്പോഴേ കടന്നു, എപ്പോഴേ ഫുഡ് കഴിച്ചു ഒന്നും അറിഞ്ഞില്ല കേട്ടോ ഇന്നലെ രാത്രി. അങ്ങനെ ഇതാ രാവിലെ നമ്മളെന്തായാലും എണീക്കാതിരിക്കാൻ കഴിയില്ലല്ലോ, വയ്യെങ്കിലും കഴിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ തന്നെ ചെയ്യേണ്ടത്. പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ, രാവിലെ തന്നെ മഴയാണ്. അപ്പോൾ കറണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ എന്തായാലും ചോറ് രണ്ടാമത്തെ ഇതിൽ വെച്ചപ്പോൾ വേഗം വെന്ത് കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റിയിട്ട് ഇന്ന് നമുക്കൊരു ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ വൈകിട്ട്. അപ്പോൾ അതാ കുറച്ച് ചിക്കനും ബീഫും പിന്നെ ചിക്കൻ ചില്ലിക്കുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ കാക്കും. അപ്പോൾ നമ്മളെ നാത്തൂൻ്റെ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ. അപ്പോൾ കല്യാണം വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ പുതിയണ്ണിനെയും പുതിയാപ്പള്ളി സൽക്കാരത്തിന് വിളിക്കാട്ടെന്ന് വൈകുന്നേരം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അത് അവിടെ കാക്ക കൊണ്ടുവന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് ഇളയിച്ചിയാണ് പൊരിയും കടിയും പറഞ്ഞ പോലെ ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. ഞാൻ ഇവിടെ ബിരിയാണി ഉണ്ടാക്കും, എന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാ മോന് പോകേണ്ട സമയമായപ്പോൾ പിന്നെ ചോറാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇലക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ പുറത്ത് മഴയാവുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടിഫനിലൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട്. പിന്നെ അവന് ഉരുളക്കിഴങ്ങ് പൊരിച്ചത് കൂടാതെ കുറച്ച് ഉള്ളിക്കൂട്ടാനും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വെറും ഉള്ളി ഇട്ടിട്ട് മുളക് പൊടിയും ഉപ്പും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അവൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതന്നെ ഞാൻ ആക്കി കൊടുക്കുള്ളൂ. അങ്ങനെ ഇതാ അത് രണ്ടും വെച്ച് ടിഫനിൽ ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ ഒച്ചയൊന്നും കേൾക്കാമല്ലോ കേട്ടോ. അപ്പോൾ ടിഫൻ പാത്രത്തിൽ ആക്കണ കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇടങ്ങണ്ണൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നെൻ്റെ ഇല കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അങ്ങനെ മക്കളെയൊക്കെ പറഞ്ഞയച്ച് രാവിലത്തെ കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ പാത്രം ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പാത്രം പിന്നെ കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് ബാക്ക് പെയിൻ എല്ലാവർക്കും ഉള്ള സംഭവമാണ് തോന്നുന്നുണ്ട്. എനിക്കെന്തായാലും നല്ല ബാക്ക് പെയിൻ പെട്ടെന്ന് വരും കേട്ടോ. അതൊരു സംഭവം നമ്മൾ ഈ പാത്രം കഴുകലും അടുക്കളയിൽ ഫുൾ ടൈം അടുക്കളയിൽ ഇങ്ങനെ നിന്നുള്ള ജോലിയല്ലേ, അതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഈ വീട് പണിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സിങ്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, വീതന ഒന്നുകൂടി പൊന്തിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ വരില്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് സംഭവം നമ്മൾ ശരിക്കും ന്നിട്ടും അല്ല, ശരിക്കും കുനിഞ്ഞിട്ടും അല്ലാത്ത രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പാത്രം കഴുകലും അടുക്കള ജോലി കഴിഞ്ഞിങ്ങനെ ഒരു ഇരിക്കുമ്പോൾ ഉണ്ടാകും കേട്ടോ ഒരു വേദന, ബാക്ക് പെയിന്. അതുപോലെ കാലിൻ്റെ മുട്ടൊക്കെ ഭയങ്കര വേദന കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ പോകണം എന്നങ്ങനെ കൂട്ടാക്കി പറഞ്ഞിങ്ങനെ ഇരിക്കുകയുള്ളൂ, പോകില്ല കേട്ടോ. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ വേദനയൊക്കെ മറക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മളിതാ പാത്രങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകി ഒക്കെ സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ആ തൂപ്പാത്രത്തിൽ നമ്മൾ
മല്ലിച്ചപ്പും പൊതിനയാണ് കേട്ടോ. രാത്രി കൊടുന്നപ്പോൾ ഞാനത് വാടിക്കൊണ്ടെഴുതിയിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് അതിലിങ്ങനെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീട് പണി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ അറിയാം, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരുത്തണേ. ബാക്ക് പെയിന് നിൻ്റെ അറിവിൽ അങ്ങനെയാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാട്ടോ ഇങ്ങനെ നിന്നിട്ട് കുറേ ടൈമിൽ ഇങ്ങനെ പാത്രങ്ങൾ കഴുകുമ്പോൾ ഭയങ്കര വേദന തോന്നണം കേട്ടോ. പക്ഷേ ഞാൻ ചില സമയം ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാലും കുഴപ്പമില്ല, പിന്നെ ഈ പാത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര വേദന. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ എന്ത് തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കുകയും ചെയ്യണം കേട്ടോ. പൊട്ടത്തരാകുമോയെന്ന് ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും എൻ്റെ അനുഭവം പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ പാത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. രാവിലത്തെ ചായ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ ബാക്കി ചായ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അടച്ച് വെക്കട്ടോ. അത് എങ്ങനെ തോന്നുന്ന ടൈമിൽ ഇങ്ങനെ എടുത്ത് കഴിക്കും. അപ്പോൾ ഇന്ന് രാവിലെ ചോറൊക്കെ വെച്ച് കൂട്ടാനും വെക്കണം എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളെ തൊട്ടടുത്തുള്ളവർ കുറച്ച് നെയ്ച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊന്ന് നേർച്ചൻ്റെ ചോറാത്രേ പള്ളിക്കൊന്ന് കിട്ടിയത്. അങ്ങനെ അതും ഞാൻ കഴിച്ചിട്ടില്ല. അതൊക്കെ അവിടെ നിന്ന് അടച്ച് വെച്ച് പിന്നെയും ഗ്ലാസും ചായ കുടിച്ച പാത്രങ്ങൾ പിന്നെയും ഉണ്ടല്ലോ. അപ്പോൾ അതും ഒന്ന് മോറി വെച്ചിട്ട് വേണം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനും കേട്ടോ. അപ്പോൾ ചിക്കന് വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്നുണ്ട് കേട്ടോ വൃത്തിയാക്കി എടുക്കാനും. അങ്ങനെ അതാ ചിക്കനൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി ഇനിയിപ്പോൾ അത് മസാലയൊക്കെ ഇട്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ള ചിക്കനാണ് കേട്ടോ. പിന്നെ അതിലത്തെ ലിവറും അതുപോലെ കക്കും കല്ലും പറഞ്ഞൊരു ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഞാൻ ബിരിയാണിക്ക് ഇടാറില്ല കേട്ടോ. അപ്പോൾ അത് ഇട്ടാൽ ഒരു പച്ച മണമാവും കേട്ടോ. ബിരിയാണീൻ്റെ ഒരു സ്മെല്ലൊരു വേറെ സ്മെല്ലാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടാറില്ല. അങ്ങനെ അതുകൊണ്ട് നമുക്കൊരു തട്ടിക്കൂട്ടി കറിയൊക്കെ ഉണ്ടാക്കി ഉച്ചക്കത്തെ ചോറ് വയ്യൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതാ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും റെഡിയാക്കിയിട്ടുണ്ട്. ചതച്ചതും അരിഞ്ഞതും അരിയാൻ പോകുന്നതും ഒക്കെ ആയിട്ട് കേട്ടോ. അങ്ങനെ എന്തായാലും നമുക്കിന്ന് അടുപ്പത്ത് തന്നെ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതലൊക്കെ വെക്കുമ്പോൾ അടുപ്പത്ത് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അങ്ങനെ ആദ്യം ഞാനിതാ എല്ലാതും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ തീയൊക്കെ കത്തിച്ച് കേട്ടോ. ആദ്യം ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വറുത്തതാ സെറ്റാക്കിയിട്ടുണ്ട്. അതിലൊരു കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് മുരിച്ചെടുക്കുമ്പോൾ ആ ഉള്ളിക്ക് പ്രത്യേക ഒരു മണം രുചി നല്ല മണം കിട്ടും ബിരിയാണിയിലൊക്കെ ഇടുമ്പോൾ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി എടുക്കട്ടെ. അതിന് ശേഷം ഞാനിതാ നമ്മളെ ചെമ്പട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് തീയൊക്കെ നല്ല അസലായിട്ട് തന്നെ കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കത്തിന് കാണുമ്പോൾ ഒരു മനസ്സിന് സന്തോഷം കേട്ടോ, നല്ല ഇഷ്ടം തോന്നും കേട്ടോ. പക്ഷേ കത്തിച്ച് കിട്ടണമെങ്കിൽ കുറച്ചൊരു മടിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബിരിയാണിയൊക്കെ ഞാൻ വെക്കട്ടെ. പിന്നീടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിലാവും ഇടുക. അപ്പോൾ അതാ നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്തിക്കണ്. ഇനി ഇതുകൊണ്ട് നമുക്ക് വൈകിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ. ഉമ്മയും ഇളയിച്ചും ഉള്ള അടുത്തേക്ക് പോകണം. അങ്ങനെ ആ ക്ഷീണം മാറ്റാനിതാ ഒരു ഗ്ലാസ് കട്ടൻ ടീ ഒക്കെ അടിക്കുകയാണ് കേട്ടോ. കടിയൊന്നുമില്ല, വെറും കട്ടൻ ടീ മാത്രം. അങ്ങനെ കുറച്ച് തൈരും ഇതവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം. അപ്പോൾ എല്ലാവരോടും ഓക്കെ, ബൈ.